ഇന്റലിജൻസ് നമ്മുടെ ചുരിദാറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ലൈറ്റ് കളർ ചാർട്ടിൽ ജോർജറ്റ് ഫാബ്രിക് ചെയ്യിക്കുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഭയങ്കര രസമായിട്ടോ കാണാൻ. ഞാൻ അടുപ്പിച്ച് കാണിക്കാം. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അതിലിട്ട് നോക്കാൻ തോന്നുന്നു. അത്രയും നല്ല രസം ഇത് കാണാൻ. ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മുടെ ചെറിയ സദോസി മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈനാട്ടോ. അതാ ഒരു ഫ്ലവേഴ്സിൽ കൂടെയും സീക്വൻസിൻ്റെയൊക്കെ മിക്സഡ് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ്, നമ്മുടെ ബേബി പിങ്കിൻ്റെ കുറച്ചുകൂടെ ലൈറ്റായിട്ട്, കുറച്ച് എവിടെയും പീച്ചും കൂടെ വരുന്നുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ ചെറിയ വേരിയേഷൻ കൊടുത്തിട്ട് ചെറിയ ലൈൻ പോലത്തെ ഡിസൈൻ എൻ്റെ സെൽഫായിട്ട് പോയിട്ടുണ്ട്. ബാക്കി മൊത്തം ഇങ്ങനെ പ്രിൻറ്റഡ് പാറ്റേണിലാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മുടെ സാധാരണ ജോർജറ്റിനേക്കാളും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക് സെയിം കളർ. ഇതിൻ്റെ നമ്പർ വരുന്നത് A590, റേറ്റ് 1140 രൂപയുള്ളൂ കേട്ടോ. 1140. രണ്ടാമത്തെ ഷെയ്ഡ് ഒരു പേസ്റ്റൽ ലൈറ്റ് ഗ്രീൻ കളറാട്ടോ. ചിലർക്ക് ബ്ലൂ പോലെ കാണിക്കും. ഭയങ്കര ബ്ലൂ അല്ല, രണ്ട് കളറിൻ്റെ, അത് ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന കളർ. ഗ്രീനിനോടാണ് കൂടുതൽ നമുക്ക് നേരിട്ട് കാണാൻ തോന്നിക്കുന്നത്. പേസ്റ്റൽ ടൈപ്പ് കളറായതുകൊണ്ട് നല്ല കേട്ടോ. കളർ മാച്ചിങ്ങും ഒക്കെ നല്ല രസമുണ്ട്. ഫ്രണ്ടിലത്തെ വർക്കിൻ്റെ കോമ്പിനേഷൻ കണ്ടോ, പിങ്കിൻ്റെയും ആ ഒരു കുറച്ച് ബ്ലൂവിൻ്റെയൊക്കെ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെയുള്ള കോൺട്രാസ്റ്റും വേണമെങ്കിൽ ഇടാം കേട്ടോ. എന്നാലോചിച്ച് എനിക്ക് ലൈറ്റ് ഈ ടൈപ്പ് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡിലോ അല്ലെ പിങ്ക് ദുപ്പട്ട ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കോൺട്രാസ്റ്റ് ഇടാനും നല്ലതാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്കകത്ത് ഫുള്ളായിട്ട് ഇതുപോലെ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. ഇതല്ലേ ഈ ഒരു ഓരോ ഫ്ലവേഴ്സും ഇങ്ങനെ പ്രിൻറ്റഡ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ബോട്ടം സെയിം കളർ തന്നെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ അകത്ത് കളറ് കാണിക്കുന്നത് ചിലപ്പോൾ ബ്ലൂ ആയിട്ടായിരിക്കും, കുറച്ചുകൂടെ ഗ്രീനിൻ്റെ ടോണാണ് കേട്ടോ കൂടുതൽ വരുന്നത്. നമ്പർ വരുന്നത് A589, റേറ്റ് 1140. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ലാവണ്ടറിൻ്റെയും ലൈലാക്കിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കളറാണ്, പക്ഷേ നല്ല കളർ കോമ്പിനേഷനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതിയാകും. അത്രയും നല്ല രസമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റ് ഷെയ്ഡിൽ തന്നെയുള്ള ആ ഒരു കളർ കോമ്പിനേഷനിൽ ഇടയ്ക്ക് ബ്ലൂ ഡാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അടുപ്പിച്ച് തന്നെ കാണിക്കാം. ഭയങ്കര ഭംഗിയാണ് വർക്ക് കാണാനായിട്ട്. ബോട്ടമൊക്കെ സെയിം കളർ കൊടുത്തേക്കുന്നത്. ജോർജറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. പിന്നെ ബോർഡേഴ്സിൽ ആ ഒരു ക്രോഷിയോടെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണോ. ഇതിൻ്റെ നമ്പർ A588, റേറ്റ് വരുന്നത് 1140. അടുത്ത ഷെയ്ഡ് കാണാം. നമുക്ക് ലാസ്റ്റ് കളർ നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡിൽ അതാട്ടോ. ഇതിൽ കുറച്ചുകൂടി ലൈറ്റായിട്ട് ചിലപ്പോൾ കാണിക്കുമായിരിക്കും, പക്ഷേ നേരിട്ട് നമുക്കിങ്ങനെ ഒരു സൂത്തിങ് ടൈപ്പ് കളറാട്ടോ. നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നിക്കുന്ന ഒരു ലൈറ്റ് പേസ്റ്റൽ ടൈപ്പ് കളർ. പേസ്റ്റിൽ തന്നെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഷെയ്ഡുകൾ. പിന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ്റെ എടുപ്പമുണ്ട്. ഇങ്ങനെ ആ ഒരു പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെയും ഇങ്ങനെ പീക്കോക്ക് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തത് ചെയ്തേക്കുന്നത്. ഇതാട്ടോ. ഇത് ഓരോന്നിൻ്റെയും വർക്ക് ഇങ്ങനെ അടുപ്പിച്ച് കാണിച്ചില്ല എനിക്കൊരു മനസ്സമാനമില്ല, കാരണം അത്ര രസം അത് കാണാൻ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട ഇതുപോലെ പ്രിൻറ്റഡ് പാറ്റേണാണ് പോയേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഷോളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയായിട്ട് പാർട്ടി വെയർ കൺസെപ്റ്റ് ഇടാനും നല്ല കേട്ടോ. ഇതിൻ്റെ നമ്പർ A591, റേറ്റ് 1140.